ധനാഢ്യനായ ജ്വല്ലറി ഉടമയായ ബോച്ചയെ പോലീസ് പിടിച്ചുകൊണ്ടുപോയതും ആക്ടിവിസ്റ്റായ ശ്രീ രാഹുൽ ഈശ്വറിനെ 14 ദിവസം റിമാൻഡ് ചെയ്തതുമായ വാർത്തകൾ ഈ അടുത്ത കാലത്താണ് ഉണ്ടായത്. എല്ലാറ്റിനും പിന്നിൽ ചില സ്ത്രീകളുടെ പരാതികളായിരുന്നു. അതിനൊക്കെ മുമ്പ് നടൻ സിദ്ദീഖിനെതിരെ, മുകേഷിനെതിരെ, നിരവധി സിനിമാ രംഗത്തെ പ്രബലർക്കെതിരെ വലിയ തോതിൽ വാർത്താ പ്രാധാന്യം നേടിയ കേസുകൾ ഉണ്ടാവുകയുണ്ടായി. ഇതിൻ്റെയൊക്കെ പിന്നിൽ സ്ത്രീകളുടെ പരാതികളാണ്, സ്ത്രീകളുടെ പീഡന പരാതികളാണ് ഇതൊക്കെല്ലാം ആധാരമായിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി ഒരു സ്ത്രീ പൊതുയാത്രാ വാഹനത്തിലിരുന്നു കൊണ്ട് തൻ്റെ സമീപത്തിരിക്കുന്ന ഒരു പുരുഷനെ കാണിച്ചുകൊണ്ട് തൻ്റെ വീഡിയോ തുറന്നു വെച്ച് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നൊരു വീഡിയോ പ്രചാരത്തിൽ വലിയ വൈറലായി എന്നാണ് കേൾക്കുന്നത്. ആ ചിത്രത്തെയും അതിലെ ആ ക്യാമറ പ്രവർത്തിപ്പിക്കുന്ന സ്ത്രീയെയും കുറിച്ച് വലിയ തോതിൽ വിമർശനങ്ങൾ സോഷ്യൽ മീഡിയയിൽ തന്നെ ഇപ്പോൾ സജീവമാണ്. അതായത് ആ സ്ത്രീ ഉദ്ദേശിക്കുന്നത് തൻ്റെ അടുത്തിരിക്കുന്ന പുരുഷൻ തന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് വരുത്താനാണ് ആ ഫോട്ടോ അയാളെ ചേർത്ത് എടുത്തുകൊണ്ടിരിക്കുന്നത്. അയാളാകട്ടെ അനങ്ങാതെ ഇതിനെക്കുറിച്ച് വലിയ ബോധമില്ലാതെ സമീപത്തിരിക്കുന്നു എന്ന് മാത്രം. ഏതായാലും ഇത്തരം ദുരുദ്ദേശത്തോടു കൂടി ആ സ്ത്രീ ആ വീഡിയോ ചിത്രീകരിച്ചതിൻ്റെ പേരിൽ അവർക്ക് വലിയ തോതിൽ ആ വീഡിയോ വൈറലായി എന്നാണ് കേൾക്കുന്നത്. ഇങ്ങനെ പലതരം ഉദ്ദേശങ്ങളിലൂടെ യഥാർത്ഥ പീഡിതരല്ലാത്ത സ്ത്രീകൾ പുരുഷന്മാരെ കരുതിക്കൂട്ടി കൊടുക്കാൻ വേണ്ടി പല പല കാര്യങ്ങളും നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ നടന്നു വരുന്നുണ്ട് എന്ന് കേൾക്കാം. പോക്സോയുടെയും പോഷിൻ്റെയും കുറ്റം ആരോപിക്കപ്പെട്ട് ജയിലിൽ കിടക്കുകയും റിമാൻഡിലാവുകയും തീരാത്ത കേസിനു വേണ്ടി നടന്ന് ജാമ്യമില്ലാത്ത വ്യവസ്ഥകൾക്ക് വിധേയപ്പെട്ട് പോലീസ് സ്റ്റേഷൻ കോടതിയും കയറിയിറങ്ങുകയും ചെയ്യുന്ന നിരവധി ആളുകളെ പറ്റി നമുക്ക് ഈ അടുത്ത കാലത്തായി കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിനൊക്കെ അടിസ്ഥാനം ഈ 2 നിയമങ്ങളാണ്. ഒന്ന് പോക്സോ, മറ്റൊന്ന് പോഷ്. ഈ 2 നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്ത്രീകൾക്ക് മാത്രമാണ് വോയിസ് ഉള്ളത്. സ്ത്രീകൾക്ക് മാത്രമേ പരാതിപ്പെടാനാവുകയുള്ളൂ അത്രേ. പുരുഷന്മാർക്ക് ഈ വിഷയത്തിൽ അവരുടെ ഭാഗം ക്ലാരിഫൈ ചെയ്യാനുള്ള അവസരം പോലും നിഷേധിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഒരു ആരോപണം, പരാതി. ഇത് ഗൗരവമർഹിക്കുന്നൊരു കാര്യമാണ്. ഭരണഘടനയിലെ 14, 15, 21 ആർട്ടിക്കിളുകൾ നിയമത്തിനു മുമ്പിൽ എല്ലാവരും സമന്മാരാണെന്ന് പറയുന്നുണ്ടെങ്കിലും, അതായത് ഈക്വാലിറ്റി ബിഫോർ ദി ലോ, അതാണ് അതിൻ്റെ ആ ആർട്ടിക്കിളുകളുടെ അടിസ്ഥാനമെങ്കിലും 2013 15ാം ലോക്സഭയിൽ പാസാക്കിയെടുത്ത പോഷ് എന്നൊരു നിയമം, അതായത് ജോലിസ്ഥലങ്ങളിലും ഗൃഹാന്തരീക്ഷങ്ങളിലും സ്ത്രീകൾ നേരിടുന്ന പീഡനങ്ങൾക്കും മറ്റും അറുതി വരുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി 2013 പാർലമെന്റ് പാസാക്കി നിയമമാക്കിയ ഒന്നാണ് പോഷ് നിയമം. അതായത് ഏത് സ്ത്രീക്കും ഏത് പുരുഷനെക്കുറിച്ചും ഏത് സമയത്തും എന്ത് പരാതിയും കൊടുക്കാം എന്നുള്ളതാണ് അതിൻ്റെ രത്ന ചുരുക്കം. അത് ഉപയോഗിച്ചുകൊണ്ട് അന്ന് മുതൽക്ക് ഇങ്ങോട്ട് സ്ത്രീകൾ ആ നിയമത്തെ യഥാർത്ഥ രീതിയിൽ കൈകാര്യം ചെയ്യാവുന്നതിനോടൊപ്പം അങ്ങനെയുമുണ്ട്, യാഥാർത്ഥ്യവുമുണ്ട്. യഥാർത്ഥ പീഡിതരല്ലാത്ത പല സ്ത്രീകളും തങ്ങൾക്ക് വിരോധമുള്ള പുരുഷനെ, തങ്ങൾക്ക് ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ആവശ്യമായ പുരുഷന്മാരെ, പ്രശസ്തരെ, പ്രബലരെ ഈ നിയമം ഉപയോഗിച്ചുകൊണ്ട് കെണിയിൽപ്പെടുത്താൻ ശ്രമിക്കുന്നതായും നമുക്ക് കാണാം. അതായത് യഥാർത്ഥത്തിലുള്ള ഒരു വിക്ടിം ഇതിലൂടെ അവഹേളിക്കപ്പെടുകയാണ്. ഒരു ഇര തൻ്റെ പരാതി കോടതിക്ക് മുമ്പാകെ അവതരിപ്പിക്കുമ്പോൾ അത് യഥാർത്ഥ ഇരയല്ലെങ്കിൽ, അതൊരു കാപട്യമാണെങ്കിൽ യഥാർത്ഥ ഇരക്കുള്ള പ്രിവിലേജാണ് അതിലൂടെ നഷ്ടമാവുന്നത്. യഥാർത്ഥ ഇരകളെ കൂടി സംശയദൃഷ്ടിയാ കാണുന്നതിന് ഇത് ഇടവരുത്തും എന്ന് കാണാം. സുപ്രീം കോടതി ഒരു 5-അംഗ ബെഞ്ച് 2018 ഒരു നിയമം പാസ്സാക്കുകയുണ്ടായി ഒരു കേസിനോടനുബന്ധിച്ച്. അതായത് പ്രായപൂർത്തിയായ സ്ത്രീക്കും പുരുഷനും ഉഭയ സമ്മതപ്രകാരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാം എന്നുള്ളതാണ് ആ നിയമവ്യാഖ്യാനം സുപ്രീം കോടതിയുടെ.
അതിൻ്റെ അടിസ്ഥാനത്തിൽ പലപ്പോഴും നാം കാണാറുണ്ട് ലിവിങ് ടുഗദർ, വിവാഹം കഴിക്കാതെ തന്നെ വിവാഹിതരെ പോലെ ഒന്നിച്ച് കഴിഞ്ഞുകൂടുന്ന സ്ത്രീ പുരുഷന്മാരെയൊക്കെ നമുക്ക് അതോടനുബന്ധിച്ച് കാണാനായി. ഈ അവസ്ഥയുള്ളപ്പോഴാണ്, ഇങ്ങനെ ഒരു നിയമം നാട്ടിൽ നിലനിൽക്കുമ്പോഴാണ് വർഷങ്ങൾക്ക് മുമ്പ് താനുമായി സ്നേഹത്തിലായിരുന്ന ഒരു പുരുഷൻ തന്നെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ് വർഷങ്ങൾക്ക് ശേഷം കോടതി മുമ്പാകെ ചില സ്ത്രീകൾ ഹാജരാകുന്നത്, ആവലാതി ബോധിപ്പിക്കുന്നത്. അതിൻ്റെ പേരിൽ ആ പുരുഷനെ കോടതി നിഷ്കരുണം, ജാമ്യം പോലും ഇല്ലാത്ത വിധത്തിൽ പിടിച്ചുകൊണ്ടുപോവുകയും അവന് പറയാനുള്ളത് ശ്രദ്ധിക്കാൻ പോലും കൂട്ടാക്കാതെ എന്നാണ് നമ്മൾ അറിഞ്ഞു വന്നിടത്തോളം കാര്യങ്ങൾ മനസ്സിലാവുന്നത്. അവനെ കാരാഗ്രഹത്തിൽ അടക്കുകയോ ദീർഘമായ ജയിൽ ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുകയോ ചെയ്യുന്നു. ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് പല സ്ത്രീകളും അവർ പലരും സാധാരണ ഇന്ത്യൻ സങ്കല്പത്തിനനുസരിച്ചുള്ള കുടുംബിനികൾ പോലുമല്ല, കുലസ്ത്രീകൾ പോലുമല്ല. ഇന്ത്യയിൽ സ്ത്രീ സങ്കല്പങ്ങളുണ്ട്, പുരുഷ സങ്കല്പങ്ങളുണ്ട്. സ്ത്രീ പുരുഷ ബന്ധങ്ങളെക്കുറിച്ചുള്ള ദിവ്യമായ മഹത്തായ സങ്കല്പങ്ങളും പരികൽപ്പനകളുമുണ്ട്. എന്നിരിക്കെ അതിനൊന്നും നിരക്കാത്ത തരത്തിൽ പാശ്ചാത്യമോ പൗരസ്ത്യമോ ആയ മറ്റ് സംസ്കാരങ്ങളെ പിന്തുടർന്നുകൊണ്ട്, അതിനെ അനുകരിച്ചുകൊണ്ട് കേരളത്തിലും ഇന്ത്യയിലും നമ്മുടെ സ്ത്രീജനങ്ങൾ പലപ്പോഴും അവരുടെ വേഷവിധാനങ്ങളും പ്രവർത്തന രീതികളും പെരുമാറ്റ സ്വഭാവങ്ങളും മാറ്റിമറിച്ച് പരിഷ്കൃതരെന്ന വ്യാജേന പെരുമാറുന്നുണ്ട്. നമുക്കതിൽ പരാതിയില്ല. പ്രത്യേകിച്ച് 2018 കോടതി വിധി പുരുഷനും സ്ത്രീക്കും യഥേഷ്ടം പെരുമാറാനും അടുത്ത് ഇടപഴകാനും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പോലും അവകാശം നൽകുന്നു. എന്നിരിക്കെ ആ അടിസ്ഥാനത്തിൽ ചില പുരുഷന്മാർ ഈ ലിബറൽ ചിന്താഗതിയിൽ അകപ്പെട്ട് സ്ത്രീകളുമായി അടുക്കും. പിന്നീട് ആ പുരുഷനോട് ഈ സ്ത്രീക്ക് എന്തെങ്കിലും അതൃപ്തി നേരിടുകയാണെങ്കിലോ, അതല്ലെങ്കിൽ അവർ പിരിഞ്ഞ ശേഷം പുരുഷൻ നല്ല ഉയർന്ന സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും എത്തിച്ചേരുകയാണെങ്കിലോ, സാഹിത്യപരമായോ കലാപരമായോ രാഷ്ട്രീയമായോ ഉയർന്ന പദവിയിലെത്തുമ്പോഴായിരിക്കും ഈ സ്ത്രീ പഴയ കഥയും പറഞ്ഞുകൊണ്ട് എന്നെ പിച്ചി നുള്ളി, എന്നെ പീഡിപ്പിച്ചു, എന്നെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ് കോടതി മുമ്പാകെ ഹാജരാകുന്നത്. പുരുഷന് യാതൊരു കഴിവും അതിൻ്റെ പേരിൽ ഉണ്ടാവുകയില്ല. അവൻ കർശനമായി നിയമത്തിൻ്റെ പിടിയിൽ അകപ്പെട്ടു പോകും. ഇത് മനസ്സിലാക്കിക്കൊണ്ട് നാം ഇതിൻ്റെ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ കോടീശ്വരനായ ബോച്ചെ രക്ഷപ്പെടാനായില്ലെങ്കിൽ, നാടൊട്ടാകെ അറിയപ്പെടുന്ന രാഹുൽ ഈശ്വരനെ പോലൊരു ആക്ടിവിസ്റ്റിന് രക്ഷയില്ലെങ്കിൽ, ഒരു ശരാശരിക്കാരനായ സാധാരണക്കാരനായ പുരുഷന്മാരുടെ അവസ്ഥ എന്തായിരിക്കും? അവിടെയാണ് ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ തന്നെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറയാൻ കരുതിക്കൂട്ടി ക്യാമറ തുറന്നു വെച്ചുകൊണ്ട് പുരുഷന്മാരുടെ അടുത്ത് പോയിരുന്ന് കോമാളിത്തരം കാണിക്കുന്ന സ്ത്രീകളുള്ളത് എന്നോർക്കണം. ഇതിനൊക്കെ വഴിയൊരുക്കുന്നത് വിമൺ സെൻട്രിക് നിയമങ്ങളാണ്, അതായത് പോഷ്. ഈ നിയമത്തിൽ സ്ത്രീക്ക് പറയാനുള്ളത് മുഴുവൻ ശ്രദ്ധാപൂർവം കേൾക്കുന്ന കോടതിയുടെ മുമ്പിൽ അതേ സ്ത്രീ കുറ്റമാരോപിക്കുന്ന പുരുഷന് പറയാനുള്ളത് കൂടി കേൾക്കാൻ സന്മനസ് കാണിച്ചേ മതിയാവുള്ളൂ. ഇതാണ് നമ്മുടെ സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാരാകണമെന്നില്ല, സമൂഹത്തിന്റെ ഭാഗമായിരിക്കുന്ന എല്ലാ പുരുഷന്മാരുടെയും ആവശ്യം. ഒന്നാമതായി സ്ത്രീക്കൊരു നിയമം പുരുഷനൊരു നിയമം എന്നുള്ള ഈ വിവേചനം നിയമത്തിന്റെയും നീതിയുടെയും കാര്യത്തിൽ ഉണ്ടായിക്കൂടാത്തതാണ്. യൂണിവേഴ്സൽ നിയമമാണ്. നിയമത്തിനു മുമ്പിൽ വ്യത്യാസങ്ങളില്ല, ലിംഗഭേദങ്ങളില്ല, മറ്റു ഉച്ചനീചത്വങ്ങളും ഉണ്ടായിക്കൂടാത്തതാണ്. വർണ്ണ ജാതി മത വിവേചനങ്ങളും പാടില്ലാത്തതാണ്. നിയമം അത് പ്രാപ്യമായിരിക്കണം എല്ലാവർക്കും തുല്യ അളവിൽ തുല്യ ദൂരത്തിൽ എന്നുള്ള നിയമം ഉണ്ടായിരിക്കെ നമ്മുടെ 2013 നമ്മുടെ പാർലമെന്റ് ഉണ്ടാക്കിയ ഈ നിയമം എങ്ങനെയാണ് നമ്മുടെ സാമൂഹ്യ സങ്കല്പങ്ങൾക്കും പൈതൃകങ്ങൾക്കും നിരക്കുന്ന നമ്മുടെ ശീലങ്ങൾക്ക് അനുകൂലമായി തീരുക എന്നുള്ളതാണ് നമ്മുടെ സംശയം. കോടതി വിക്ടിമിനെ കേൾക്കുന്നത് പോലെ തന്നെ അക്യൂസ്ഡിനെയും കേൾക്കാൻ ബാധ്യസ്ഥമാണ്. അതാണ് നമ്മുടെ അടിസ്ഥാന നിയമം പറയുന്നത്. എന്നിരിക്കെ നമ്മുടെ ഈ പുതിയ നിയമങ്ങൾ പോക്സോ ആവട്ടെ പോഷ് ആവട്ടെ സ്ത്രീ പക്ഷപാതപരമായിട്ടാണ് പലപ്പോഴും നിലകൊള്ളുന്നത് എന്ന് നിയമജ്ഞന്മാർക്കും സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാർക്കും പരക്കെ പരാതിയുണ്ട്. എങ്കിലും അത് ചെവിക്കൊള്ളാൻ നിർവാഹമില്ലാത്ത വിധം അതൊരു പാർലമെന്റ് നിർമ്മിച്ച നിയമമാണ് എന്നാണ് കോടതികളും പോലീസും നിയമവാഴ്ചക്ക് നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥരും കൈമലർത്തുന്നത്. സ്ത്രീകൾക്കൊരു നീതി, പുരുഷനൊരു നീതി എന്നുള്ളത് നീതിയുടെ അടിസ്ഥാന താല്പര്യത്തിന് തന്നെ നിരക്കാത്തതാണെന്ന് കാണാം. ജസ്റ്റിസ് കനോട്ട് ബി സെലക്റ്റീവ്, ജസ്റ്റിസ് കനോട്ട് ബി ജെൻഡേർഡ്, ജസ്റ്റിസ് മസ്റ്റ് ബി യൂണിവേഴ്സൽ.
ഇതാണ് പ്രാഥമികമായി ലോകത്ത് നിലവിലുള്ള എല്ലാ നീതിന്യായ വ്യവസ്ഥകളും അടിസ്ഥാനമാക്കിയിട്ടുള്ള നീതിയെക്കുറിച്ചുള്ള സങ്കല്പം. എന്നിരിക്കെ നമ്മുടെ ഒരു നിയമനിർമ്മാണത്തിലൂടെ ഒരു വിഭാഗത്തിന് ജെൻഡർ ബയാസ്, അതായത് ലിംഗപക്ഷപാതത്തോടു കൂടി ഉണ്ടാക്കിയ ഒരു നിയമം, അതിനെ അതികർശനമായി ഒരു പഴുതുമില്ലാത്ത വിധം കോടതികളും നിയമവാഴ്ച ഉറപ്പുവരുത്തേണ്ടവരും പാലിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് വലിയ വിവേചനത്തിനും ലിംഗപരമായ വൈരാഗ്യങ്ങൾക്കും പരസ്പര സ്പർദ്ധക്കും, ലിംഗങ്ങൾക്ക് പരസ്പരമുള്ള സ്പർദ്ധക്കും ഇടവരുത്തുന്നു എന്നുള്ളതാണ് വാസ്തവം. രാജ്യത്ത് നിലവിലുള്ള നിയമവാഴ്ചയെക്കുറിച്ച് അഭിപ്രായപ്പെടാൻ നിയമപരിജ്ഞാനം അല്ല, രാജ്യത്തെ ജനാധിപത്യ രാഷ്ട്രത്തിലെ ഒരു പൗരൻ എന്ന നിലക്കുള്ള അവകാശം മാത്രമാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ നിയമപരമായ അക്കാഡമീഷ്യന്മാരുണ്ട്, നിയമം അറിയാവുന്നവർ. അവർ പറയുകയോ അവർ വ്യാഖ്യാനിക്കുകയോ ചെയ്യുന്നത് ഒരു വശത്തിരിക്കുമ്പോഴും നിയമത്താൽ ബാധിക്കപ്പെടുന്ന ഒരു പുരുഷൻ, രാജ്യത്തെ ഒരു പൗരൻ എന്ന നിലക്ക് ഈ നിയമത്തെക്കുറിച്ച് അതിൻ്റെ പ്രത്യക്ഷത്തിൽ കാണുന്ന വിവേചനങ്ങളെക്കുറിച്ച് അഭിപ്രായ പ്രകടനം നടത്താൻ ഒരു പൗരന് ഉള്ള അവകാശം മാത്രമാണ് ഇവിടെ ഉപയോഗപ്പെടുത്തുന്നത്. കോടതികളെയോ നിയമവാഴ്ചയെയോ കുറ്റപ്പെടുത്തുകയല്ല, അതിൻ്റെ മഹത്വം കളങ്കപ്പെടുത്തുകയുമല്ല നമ്മുടെ ഉദ്ദേശം. അതേസമയത്ത് ഒരു നിയമം അത് നിയമവാഴ്ചക്കും സമൂഹത്തിൻ്റെ സുരക്ഷിതത്വത്തിനും രാജ്യസുരക്ഷയ്ക്കും മറ്റുമായിട്ടാണ് നിയമങ്ങൾ നിർമ്മിക്കപ്പെടുന്നത്. അത് ഒരിക്കലും ഒരു ലിംഗ വിഭാഗത്തിൻ്റെ ക്ഷുദ്രമായ താല്പര്യങ്ങളെ വകവെച്ചു കൊടുക്കാനുള്ളതല്ല. നിയമം മനുഷ്യർക്ക് അവരുടെ ഡിഗ്നിറ്റി, അന്തസ്സ് നിലനിർത്തത്തക്ക രീതിയിലായിരിക്കണം ഉണ്ടാക്കപ്പെടേണ്ടതും അത് വ്യവഹരിക്കപ്പെടേണ്ടതും വ്യാഖ്യാനിക്കപ്പെടേണ്ടതും നടപ്പിലാക്കപ്പെടേണ്ടതും എന്നുള്ളതാണ് സാമാന്യ രീതിയിലുള്ള ഒരു താല്പര്യം. അതിനു പകരം മനുഷ്യ വിഭാഗത്തെ രണ്ടായി തിരിച്ച് അല്ലെങ്കിൽ നാലായി വിഭജിച്ച് അവരിൽ ഒരു കൂട്ടർക്ക് ഒരു നീതി, മറ്റൊരു കൂട്ടർക്ക് മറ്റൊരു നീതി എന്നത് നീതിയുടെ ആത്യന്തികമായ താല്പര്യത്തിനെതിരാണ് എന്ന് സൂചിപ്പിക്കാനാണ് ഇത്രയും പറഞ്ഞത്. ഏതായാലും ഈ നിയമനിർമ്മാണത്തെ 2013 ഈ നിയമമാക്കി പോയി എന്ന ഒറ്റ കാരണത്താൽ ശേഷിച്ച കാലം മുഴുവൻ രാജ്യത്തെ ജനങ്ങൾ ഒരു വിഭാഗം ഇതിന് ഇരയായിക്കൊണ്ടും മറ്റൊരു വിഭാഗം ഇതിനെ ദുരുപയോഗം ചെയ്തുകൊണ്ടും മുന്നോട്ട് നീങ്ങുക എന്നുള്ളത് വളരെ ഉത്കണ്ഠാജനകമായി തോന്നുന്നു.